നമസ്തേ ഫ്രണ്ട്സ്. രാവിലെ തന്നെ നല്ല കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബീജിംഗ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല സർവീസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ യാത്ര തിരിച്ചത്. പോകുന്ന വഴികളിൽ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് അവസാനം ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി. ഇവിടെ ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ്. എല്ലാവരും ചൈനയിലെ അത്ഭുതകരമായ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ എത്തിയിരിക്കുകയാണ്. തിരക്കിനിടയിൽ ഞങ്ങളും നടന്നു. ഏഴാം നൂറ്റാണ്ട് മുതൽ നിർമ്മാണം തുടങ്ങിയ ഈ വൻമതിൽ ഏകദേശം 21,000 കിലോമീറ്റർ നീളമാണുള്ളത്. ഈ കാഴ്ച നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. ആദ്യമൊക്കെ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടായെങ്കിലും എല്ലാവരും വളരെ ഉത്സാഹത്തോടും ഒത്തൊരുമയോടും കൂടി കാഴ്ചകൾ നടന്നു കണ്ടു. തിരിച്ച് കേബിൾ കാർ വഴി താഴോട്ട് വന്നു. അവിടെ നിന്ന് തിരിച്ച് ബെയ്ജിങ്ങിലോട്ട് പോയി. ലഞ്ച് കഴിച്ചിട്ടാകാം ബാക്കി യാത്ര. പിന്നീട് കുറച്ച് ഷോപ്പിങ്ങും നടത്താം. നല്ല വിലയായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒന്നും തന്നെ വാങ്ങിയില്ല. എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ഇതാണ് ബെയ്ജിങ്ങിലെ സമ്മർ പാലസ്. ചൈനീസ് ചക്രവർത്തിമാർക്ക് വേനൽക്കാല വിശ്രമ കേന്ദ്രമാണിത്. മനോഹരമായ തടാകങ്ങൾക്കും മലകൾക്കും നടുവിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയിലെ ടൂർ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം വിശദമായി പറഞ്ഞു തരികയാണ്. പിന്നീട് ഞങ്ങൾ സമ്മർ പാലസ് ലേക്കിലോട്ട് നടന്നു. ഇത് നല്ല മനോഹരമായ ഒരു തടാകമാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. അതിമനോഹരമായ ഒരു കൊട്ടാരമാണിത്. കൊട്ടാരത്തിന്റെ ഓരോ കോണും വിസ്മയകരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലസ് കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് 3 കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് കുറച്ചു സമയം അവരെ നോക്കി നിന്നു. നീണ്ട നടപ്പാതയിലൂടെ ഞങ്ങൾ ബെയ്ജിംഗ് ലോക്കൽ സൈറ്റ് സീൻ കാണാൻ പോകുകയാണ്. ഇന്നത്തെ ഗ്രൂപ്പ് ടൂറിൽ എല്ലാം വെൽ പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ലോക്കൽ സൈറ്റ് സീൻ കാണാൻ ഞങ്ങൾക്ക് 2 മണിക്കൂറോളം കൂടുതൽ സമയം കിട്ടി. നല്ല തണലുള്ള പാതയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. GNSന്റെ കൊടി പിടിച്ച് ഞങ്ങളുടെ ടൂർ ഗൈഡ് ലുലു മുന്നിൽ തന്നെയുണ്ട്. ഇതാണ് ബേർഡ്സ് നെസ്റ്റ്. അങ്ങനെ ബേർഡ്സ് നെസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ബാക്കി വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.